വയനാട്ടുകാരുടെ കാത്തിരിപ്പ് അവസാനിച്ചു. അവരുടെ പ്രിയ നായകൻ തങ്ങളെ കാണാൻ എത്തുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വരവ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. UDF പ്രവർത്തകർ ഈ വാർത്ത കേട്ട് മണ്ഡലത്തിൽ സജീവമായിരിക്കുകയാണ്. പത്രിക സമർപ്പിക്കും മുൻപ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയും ജില്ലയിലുണ്ടാകും. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ, തിരുവമ്പാടി എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് പ്രവർത്തകർ റോഡ് ഷോയിലേക്ക് എത്തും. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളും അതുപോലെ UDFിലെ പ്രമുഖരും റോഡ് ഷോയിൽ പങ്കെടുക്കും. KPCC പ്രസിഡന്റ് K സുധാകരൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, അബ്ബാസ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളും റോഡ് ഷോയിലുണ്ടാകും. രാഹുൽ വരുന്നത് ആവേശം അണഞ്ഞ അവസ്ഥയിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. സ്ഥാനാർത്ഥിയില്ലാതെ പ്രചരണം നടത്തുന്നതിനും കോൺഗ്രസ് തടസ്സം നേരിട്ടിരുന്നു. എന്നാൽ രാഹുൽ വരുന്നതോടെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയാണ്. അതേസമയം ജില്ലയിലേക്കുള്ള രാഹുലിന്റെ വരവ് കൃത്യമായി ചാർട്ടർ ചെയ്തിട്ടുണ്ട്. മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലെ തലക്കൽ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലാണ് രാഹുൽ വന്നിറങ്ങുക. അതിനുശേഷം റോഡ് ഷോ ആരംഭിക്കും. റോഡ് ഷോ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലേക്കും പിന്നീട് സിവിൽ സ്റ്റേഷൻ പരിസരത്തുമായി അവസാനിപ്പിക്കും. രാഹുൽ ഇത്രയും ദിവസം മണ്ഡലത്തിൽ വരാതിരുന്നതിന്റെ ക്ഷീണം ഈ റോഡ് ഷോയിലൂടെ മാറിക്കിട്ടുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. റോഡ് ഷോ അവസാനിപ്പിച്ച ശേഷം ജില്ലാ കളക്ടറും ഭരണാധികാരി കൂടിയായ രേണു രാജിന് രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 20 മണ്ഡലങ്ങളിലേക്കുള്ള ക്യാമ്പയിന്റെ തുടക്കമായിരിക്കും രാഹുലിന്റെ റോഡ് ഷോ എന്നാണ് നേതാക്കൾ പറയുന്നത്. നേരത്തെ രാഹുലിന്റെ അസാന്നിധ്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇടതുപക്ഷവും NDAയും പ്രചരണം ആരംഭിച്ചത്. ഇതിൽ കോൺഗ്രസ് സമ്മർദ്ദത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ വയനാട്ടിൽ അജീഷിന്റെ വിഷയമടക്കം ഉന്നയിച്ചാണ് BJPയെ കോൺഗ്രസ് നേരിടുന്നത്. അജീഷിന്റെ കുടുംബത്തിന് ലഭിക്കേണ്ടിയിരുന്ന തുക മുടക്കിയത് BJP ആണെന്നും K സുരേന്ദ്രൻ അതിൽ മാപ്പു പറഞ്ഞിട്ട് പ്രചരണം നടത്തിയാൽ മതിയെന്നുമാണ് T സിദ്ദീഖ് MLA പറഞ്ഞത്. വയനാട്ടിലെ പലമടയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിലാണ് അജീഷ് കൊല്ലപ്പെടുന്നത്. ഏതായാലും വയനാട്ടിൽ സുരേന്ദ്രൻ ഇതൊന്നും കേട്ട് അടങ്ങുന്നില്ല. തകൃതിയായി തന്നെ പ്രചരണം നടക്കുന്നുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് നേതാവ്. വയനാട് ലോക്സഭാ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പാകപ്പെടുകയാണെന്നാണ് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. മുൻപൊരിക്കലുമില്ലാത്ത തരംഗമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായുള്ളതെന്നും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിജയത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. വയനാട്ടിലെ അടിസ്ഥാന പ്രശ്നങ്ങളായിരിക്കുന്ന വന്യമൃഗ ശല്യത്തിനും നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽപാത വികസനത്തിനും രാത്രിയാത്രാ നിരോധനത്തിനും ചുരം ബൈപ്പാസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥിയുടെ വിജയത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും നേതാവ് ചൂണ്ടിക്കാട്ടി. രാഹുലിനെ ദേശാടന കിളി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ദേശാടന കിളി പോലെ വന്നു പോകുന്ന ഒരു ജനപ്രതിനിധിയെയല്ല വയനാടിനാവശ്യം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 6 തവണ മാത്രമാണ് രാഹുൽ വയനാട്ടിൽ വന്നത്. വയനാടിന്റെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനോ അതിന് പരിഹാരം കണ്ടെത്താനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വയനാടിന്റെ സ്പന്ദനം അറിയുന്ന ഒരു സാരഥി എന്ന നിലയ്ക്ക് നാട്ടിലെ ജനങ്ങൾ തന്നോടൊപ്പം ഉണ്ടാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കിട്ടില്ലെന്നറിഞ്ഞിട്ടും നേതാവിന് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല.